അച്ഛനെവിടെ അമ്മേ? അമ്മ എന്താ ഒന്നും മിണ്ടാത്തത്? അച്ഛനെ കുറിച്ച് ഒരു സംഭവം അറിഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നത്. ഞാനും എല്ലാം അറിഞ്ഞു. അച്ഛൻ ആരെയെങ്കിലും കൊല്ലുമെന്ന് അമ്മ വിചാരിക്കുന്നുണ്ടോ? എന്നോടൊന്നും ചോദിക്കണ്ട. കമ്മീഷണർ ഗോപാലമേനോൻ എന്തിനാണ് ഇവിടെ വന്നതെന്ന് എനിക്കറിയാം. നിന്നെ കൊല്ലാനാണ് ഞാൻ വന്നത്. എടാ, നിന്റെ മകളുടെ പ്രായമില്ലാത്ത എന്റെ കുഞ്ഞിനെ നീ നശിപ്പിച്ചില്ലേടാ? ഞാൻ ആരംഭിച്ചിട്ടേ ഉള്ളൂ. എന്നെ ഒരു തവണ അവമാനപ്പെടുത്തിയാൽ ഞാൻ 1000 തവണ പകരം വീട്ടും. അപ്പോഴേ അലക്സാണ്ടർ ആരാണെന്ന് നിനക്ക് മനസ്സിലാകുകയുള്ളൂ. നിന്നെ ആദ്യമായിട്ടാണോ ഞാൻ അറിയുന്നത്? എന്നാൽ come on, take care of him. ഹലോ, എസ് ഐ അല്ലേ? ആ, നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്തൊരു കൊലപ്പുള്ളി എന്റെ കയ്യിൽ അകപ്പെട്ടിട്ടുണ്ട്. Under arrest. സാഹചര്യമനുസരിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ നട്ടല് വളയരുത്. തെറ്റ് ചെയ്തവൻ ഞാനായാൽ പോലും എന്റെ കയ്യിൽ വിലങ്ങ് വെക്കാൻ നീ മടിക്കരുത്.
കാക്കിയുടുപ്പിട്ട് ഒരു ഭീരുവാകാനല്ല ഇവനെ ഞാൻ ഇതുവരെ എത്തിച്ചത്. ഡിപ്പാർട്ട്മെന്റിൽ എന്റെ മകൻ എന്നേക്കാൾ കഴിവുള്ളവനായിരിക്കണം. ഞാൻ കമ്മീഷണർ ഗോപാലമേനോന്റെ അഡ്വക്കേറ്റാണ്. ഗോപാലമേനോൻ ഇപ്പൊ കമ്മീഷണറല്ല, കൊലപ്പുള്ളിയാണ്. കമ്മീഷണറായാലും കൊലപ്പുള്ളിയായാലും അദ്ദേഹത്തിന്റെ മക്കൾക്ക് അദ്ദേഹം അച്ഛനാണെന്നാണ് എന്റെ വിശ്വാസം. അത് വീട്ടിൽ, ഇത് പോലീസ് സ്റ്റേഷനാണ്. ഇവിടെ നിയമമേ നടക്കും. നിയമം ഉണ്ടാക്കിയത് നീതി നടത്താനാണ്. നിങ്ങൾ കുറ്റവാളികളെ കണ്ടുപിടിക്കുന്ന ജോലിയാണ് ചെയ്യുന്നത്. അവർ കുറ്റം ചെയ്തോ ഇല്ലയോ എന്ന് തെളിയിക്കേണ്ടത് കോടതിയാണ്. അത് കോടതിയില്ല, എന്നെ ആരും നിയമം പഠിപ്പിക്കണ്ട. ഓ, ഇത് കേട്ടാൽ തോന്നുന്നു ഇവിടുത്തെ SI ആണ് ഇന്ത്യൻ പീനൽ കോഡ് എഴുതി ഉണ്ടാക്കിയതെന്ന്. വന്ന കാര്യം പറഞ്ഞാൽ മതി. അത് പറഞ്ഞിട്ട് മനസ്സിലാകാത്തതുകൊണ്ടല്ലേ ഇത്രയും സംസാരിക്കേണ്ടി വന്നത്. എനിക്ക് ഈ കേസിലെ പ്രതിയെ കാണണം. അത് അനുവദിച്ചില്ലെങ്കിൽ നിങ്ങളുടെ റിമാൻഡ് ടൈം 24 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ സബ് ജയിലിൽ ചെന്ന് കണ്ടോളാം. വേണ്ട, നിങ്ങൾ പോയി കണ്ടോളൂ. നീ എന്തിനാ വന്നത്? അവൻ അച്ഛനെ ലോക്കപ്പ് ചെയ്താൽ പുറത്തു കൊണ്ടുവരേണ്ട ചുമതല എന്റേതല്ലേ? ഞാൻ കുറ്റം ചെയ്തവനാണ്. കുറ്റവാളികളെ ലോക്കപ്പ് ചെയ്യാനുള്ള വേഷമാണ് അവൻ ഇട്ടിരിക്കുന്നത്. കുറ്റം ചെയ്തവരെ പോലും നല്ലവരാക്കുന്ന വേഷമാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. മോനെ, എനിക്കിടം കൈയും വലം കൈയും ഒരുപോലെയാണ്. നിങ്ങൾ തമ്മിൽ മത്സരിക്കണ്ട. സർവ്വ തെളിവുകളോടും കൂടിയാണ് അവൻ എന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കോടതിയിൽ സത്യം പരാജയപ്പെടുമെന്ന് ബോധ്യപ്പെടുമ്പോൾ സാമർഥ്യം കൊണ്ട് ജയിക്കാറുള്ളത് അച്ഛൻ അനുഭവപ്പെട്ടിട്ടുണ്ട്. ഞാനും അവനും ഉണ്ടാകണമെങ്കിൽ അച്ഛനുണ്ടാകണം. നമ്മളെല്ലാവരും ഉണ്ടാകണമെങ്കിൽ നിന്റെ അമ്മയ്ക്ക് മനസമാധാനം ഉണ്ടാകണം. ഇന്നു മുതൽ കുടുംബത്തിൽ എന്റെ സ്ഥാനത്ത് മൂത്തവനായ നീയാണ്. നീ വീട്ടിലേക്ക് പോകും. എടാ, നിന്റെ ഡ്യൂട്ടിയും ആദർശവും എത്ര വലുതായാലും സ്വന്തം അച്ഛന്റെ കയ്യിൽ വിലങ്ങ് വെച്ചില്ലേ? അവന്റെ കഴിവ് പോലെ അവൻ ചെയ്യട്ടെ അമ്മേ. ആ അച്ഛന് ജനിച്ചവൻ തന്നെയാണ് ഞാനും. അച്ഛൻ കൊല ചെയ്തെങ്കിൽ പോലും ഇറക്കിക്കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. എടാ, നിന്നെ പോലുള്ളവർ കൈക്കൂലി വാങ്ങിച്ചുകൊണ്ട് എത്രയോ കേസുകൾ തെളിവില്ലാതെ കളയുന്നു. എന്റെ അച്ഛന്റെയാണ് ഈ വീടും സ്വത്തും എല്ലാം. വിജയനോ റാണിക്കോ ഒന്നും കൊടുക്കാതെ ഞാൻ എല്ലാ സ്വത്തും നിനക്ക് തന്നെ എഴുതിത്തരാം. എന്നാലെങ്കിലും നിനക്ക് അദ്ദേഹത്തെ വിട്ടയച്ചൂടെ? അച്ഛൻ എത്ര പേരുടെ ഇന്ന് കൈക്കൂലി വാങ്ങി അമ്മയുടെ കൊണ്ട് തന്നിട്ടുണ്ട്. എന്റെ അച്ഛൻ സത്യസന്ധനാണടാ. എന്നാൽ ആ അച്ഛന്റെ മകനാ ഞാനും. അച്ഛൻ എന്നെ പഠിപ്പിച്ചതേ ഞാൻ ചെയ്യൂ. അപ്പോ നിനക്ക് അച്ഛനെ ശിക്ഷിച്ചു തീരുമല്ലേ? അച്ഛനെ അല്ല, അലക്സാണ്ടറിന്റെ ഡ്രൈവറെ കൊന്ന ആളിനെ ഞാൻ ശിക്ഷിക്കേണ്ടത്. നമുക്ക് നോക്കാം. നോക്കാം.